الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവൻ വിധേയപ്പെടുത്തിയും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിത ഇടപാടുകളെ റൂഹ് പിരിയുന്ന നേരം വരെയും നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി ജീവിക്കാനും മരിക്കാനും നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും അന്തിമമായ അല്ലാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള അവന്റെ സ്വർഗം അനന്തരമെടുക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഅബാൻ മാസം അതിന്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാനും നമ്മളും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിച്ചു ഏതാനും ദിവസങ്ങൾ കൂടി നമുക്കവൻ ആയുസ് വർദ്ധിപ്പിച്ചു തരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാനിലേക്ക് കൂടി പ്രവേശിക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ആയുസ്സിനെ ആദരണീയമായ മാസത്തിലേക്ക് അല്ലാഹു ദീർഘിപ്പിച്ചു തരുമാറാകട്ടെ. റമദാനെ സ്വീകരിക്കാനും പ്രയോജനപ്പെടുത്താനും പൂർത്തീകരിക്കാനുമുള്ള തൗഫീഖ്, ആരോഗ്യവും ആയുസ്സും ഒക്കെ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം ഒരു സന്ദർഭത്തിൽ റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? നമ്മുടെയൊക്കെ മുന്നൊരുക്കങ്ങൾ എത്രത്തോളമായി എന്നൊക്കെ
സ്വയം പരിശോധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. വർഷത്തിലൊരിക്കൽ മാത്രം കടന്നു വരുന്ന പരിശുദ്ധ റമദാനെ ഒരു മുന്നൊരുക്കവുമില്ലാതെ സ്വീകരിക്കുന്നവരാകരുത് നമ്മൾ ഓരോരുത്തരും. നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ പ്രധാനപ്പെട്ട ആരെങ്കിലും, വളരെ വേണ്ടപ്പെട്ട ഒരു അതിഥി വരുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ ആ അതിഥിയെ സ്വീകരിക്കാൻ ഒരുപാട് ഒരുക്കങ്ങൾ നടത്താറുണ്ട്. വീടിന്റെ അകവും പുറവും ഒക്കെ നമ്മൾ വൃത്തിയാക്കാറുണ്ട്. പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും വീട് വൃത്തിയാക്കുന്നവരാണ് നമ്മൾ. സാധാരണ ദിവസങ്ങളിൽ ബ്രഷും ചൂലുമൊന്നും തട്ടാത്ത ഇടങ്ങൾ പോലും റമദാനോടനുബന്ധിച്ച് വൃത്തിയാക്കുന്നതിൽ നമ്മൾ ജാഗ്രത പുലർത്താറുണ്ട്. നമ്മുടെ സ്ത്രീകളൊക്കെ ആ വിഷയത്തിൽ വളരെ നിഷ്ഠയുള്ളവരാണ്. വീടുകൾ മാത്രമല്ല, പള്ളികളും പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കുന്നതിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ വൃത്തിയാക്കലുകളുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ പരിഗണിക്കാതെ പോകുന്നത് നമ്മുടെ അകം വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അള്ളാഹുവിന്റെ അതിഥിയായ പരിശുദ്ധ റമദാൻ വിരുന്നു വരുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ ഹൃദയത്തിലേക്കാണല്ലോ. വിശ്വാസിയുടെ ഹൃദയത്തിലേക്കാണല്ലോ വിശുദ്ധ റമദാൻ വിരുന്നു വരുന്നത്. ഖൽബ് ക്ലീനാക്കുന്നതിൽ, നമ്മുടെ അകം വൃത്തിയാക്കുന്നതിൽ നാം എത്രത്തോളം വിജയിച്ചു എന്ന വിലയിരുത്തൽ, ഒരു സ്വയം പരിശോധന വളരെ പ്രധാനമാണ്. നമ്മുടെയൊക്കെ കൽബിൽ കടന്നുകൂടിയിട്ടുള്ള പല കറകളും കളകളും വിളകളെ നശിപ്പിക്കുന്ന ഒരുപാട് കീടങ്ങളും ഒക്കെ നീക്കിക്കളയുമ്പോഴാണ് ക്ലീനായ കൽബുമായി റമദാനെ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാവുക. അതല്ലെങ്കിൽ മാലിന്യങ്ങൾ നിറഞ്ഞ മനസ്സുമായി വിശുദ്ധ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടി വരും. അതൊട്ടും നമുക്ക് ഗുണകരമാവുകയില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ മുമ്പിൽ ഇനി 7 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടാവേണ്ട അവശേഷിച്ച ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താനും നമുക്ക് നമ്മെ വിലയിരുത്തി വീഴ്ചകൾ തിരുത്താനും ഒക്കെയുള്ള ചില സൂചനകൾ മാത്രം നൽകുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. റമദാനുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനം, ഒന്നാമതായി ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടത് റമദാനിന്റെ ആഗമനത്തോടുള്ള നമ്മുടെ സമീപനം തന്നെയാണ്. റമദാനിന്റെ ആഗമനത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ഏതൊരു മാനസികാവസ്ഥയിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? റമദാൻ അടുത്തു വരുമ്പോ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു ആനന്ദം, വല്ലാത്തൊരു ആകാംക്ഷ അനുഭവപ്പെടുന്നുണ്ടോ? അള്ളാഹുവിന്റെ മാസത്തെ വളരെ വർദ്ധിച്ച താല്പര്യത്തോടും ആകാംക്ഷയോടും കൂടി കാത്തിരിക്കുന്ന ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്കൊക്കെ വളരെയധികം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിവസം വരുന്നത് വരെയുള്ള നമ്മുടെ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, വല്ലാത്ത ഒരു താല്പര്യത്തോടു കൂടിയുള്ള ഒരു കാത്തിരിപ്പ്. ഉദാഹരണമായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ഒക്കെ വിവാഹം നിശ്ചയിച്ചാൽ ആ വിവാഹ ദിവസം അടുക്കാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മക്കളോ അതുപോലെ തന്നെ മക്കളോ അല്ലെങ്കിൽ പിതാക്കളോ അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആരെങ്കിലും വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം അറിയിച്ചു കഴിഞ്ഞാൽ ആ ദിവസം എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, മക്കള് ഗർഭിണികളായാൽ അവരുടെ പ്രസവത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, ഇങ്ങനെ നമ്മൾ ഏറെ താല്പര്യത്തോട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു ആകാംക്ഷയോട് കൂടിയുള്ള വലിയ താല്പര്യത്തോട് കൂടിയുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ. ഈ ഒരു കാത്തിരിപ്പ് പരിശുദ്ധ റമദാൻ കടന്നു വരുന്നു, അല്ലെങ്കിൽ റമദാനിന് ഏതാനും ദിവസങ്ങളെ ഉള്ളൂ, എണ്ണപ്പെട്ട പകലിരവുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ എനിക്കും നിങ്ങൾക്കും ഇപ്പോ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ഒരു ആകാംക്ഷ, ഈ ഒരു താല്പര്യം, ഈ ഒരു വർദ്ധിച്ച താല്പര്യത്തോടു കൂടിയുള്ള ഒരു കാത്തിരിപ്പ്, ആ ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഇനിയും കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെയൊക്കെ മനസ്സ് അത്തരമൊരു കാത്തിരിപ്പിന്റെ അവസ്ഥ കൈവരിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫളായിലെ റമദാനിന്റെ മഹത്വം എത്രമാത്രം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇനിയും വേണ്ടത്ര
മനസ്സിലായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ മഹത്വം മനസ്സിലാക്കാൻ സഹായകമാകുന്ന ചില സൂചനകൾ നമുക്ക് ഹദീസുകളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമി ബഹൽ റമദാൻ, റമദാനിന്റെ ചന്ദ്രക്കല ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട സന്ദർഭത്തിൽ അവിടെ നിന്ന് പറയുകയുണ്ടായി, ലൗ യഅലമുൽ ഇബാദു മാ റമദാൻ ലതമന്നതു ഉമ്മത്തി അൻ തകൂന സന കുല്ലുഹാ റമദാൻ. അല്ലാഹുവിന്റെ അടിയാറുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അറിഞ്ഞിരുന്നുവെങ്കിൽ, റമദാനിന്റെ മഹത്വം അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ലതമന്നതു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ആഗ്രഹിക്കുമായിരുന്നു, അൻ തകൂന സന കുല്ലുഹാ റമദാൻ, വർഷം മുഴുവനും റമദാൻ ആയെങ്കിൽ എന്നവർ ആഗ്രഹിക്കുമായിരുന്നു. അത്രമാത്രം പ്രതിഫലങ്ങളുടെ പെരുമഴക്കാലമായ റമദാൻ അവസാനിക്കാതിരുന്നെങ്കിൽ, വർഷം മുഴുവനും റമദാൻ ആയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ, അവിടുന്ന് ആയുസ് വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട ഒരേ ഒരു സന്ദർഭം നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് റമദാനുമായി ബന്ധപ്പെട്ടാണ്. റസൂലുള്ള ദുനിയാവിൽ കുറെ കാലം കഴിയണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നില്ല. ഈ ദുനിയാവിന്റെ സുഖാസ്വാദനങ്ങളിൽ ഇങ്ങനെ ജീവിതത്തെ തളച്ചിട്ട് ഇവിടെ കുറച്ചുകൂടി കാലം അധികം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ അന വദ്ദുനിയ കറാകിബിൻ ഇസ്തദല്ല തഹത ഷജറ തുമ്മ റാഹ വതറകഹ. ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം ഒരു യാത്രക്കാരൻ്റെത് പോലെയാണ്. യാത്രക്കാരൻ ആ യാത്രക്കിടയിൽ വിശ്രമിക്കുന്ന ഒരു മരത്തണൽ, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ്. തുമ്മ റാഹ വതറകഹ, ആ യാത്രക്കാരൻ ഒരല്പസമയം അവിടെ വിശ്രമിച്ചിട്ട് യാത്ര തുടരുന്നത് പോലെ, ഒരു യാത്രക്കിടയിൽ വിശ്രമിക്കുന്ന ഒരല്പ നേരം എന്നതിനെ എന്ന് തന്റെ ദുനിയാവിനെ കുറിച്ചുള്ള തന്റെ നിലപാട് വിശദീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനോട് അടുത്താൽ റബ്ബിനോട് ആവശ്യപ്പെട്ടിരുന്നത് തന്റെ ആയുസ് അല്പം കൂടി നീട്ടിത്തരാൻ വേണ്ടിയായി. ആയുസ് നീട്ടിത്തരാൻ വേണ്ടി റസൂലുള്ളാഹി ആവശ്യപ്പെട്ട ഒരു സന്ദർഭം അതാണ്. റമദാനിന്റെ തിരുമുറ്റത്ത് വെച്ച് തന്നെ തിരിച്ചു വിളിക്കല്ലേ റബ്ബേ എന്നായിരുന്നു റസൂലുള്ളാഹി ആവശ്യപ്പെട്ടിരുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ. പടച്ചവനെ, ശഅബാനിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിഞ്ഞു തരണം, റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണം. ഈ റമദാനിന്റെ ഈ പൂമുഖപ്പടിയിൽ വെച്ച്, ഈ ഉമ്മറപ്പടിയിൽ വെച്ച് ഞങ്ങളുടെ ആയുസ്സിനെ നീ അവസാനിപ്പിക്കരുത് നാഥ എന്നായിരുന്നു പ്രവാചകന്റെ പ്രാർത്ഥന. അത്രയും പ്രാധാന്യമുള്ള നാളുകളാണ് റമദാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നന്നായി അറിയുമായിരുന്നു. അത് തന്റെ സഹാബികളും അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്, തന്റെ ഉമ്മത്ത് അത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള പരാമർശങ്ങൾ റസൂൽ നടത്തിയിരിക്കുക. അല്ലെ, ഈ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോട് കൂടിയുള്ള ഒരു കാത്തിരിപ്പിന്റെ മനസ്സ് നമുക്കുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സലഫുകളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പൂർവികരായ സച്ചരിതരെ സംബന്ധിച്ചിടത്തോളം റമദാനിനെ എങ്ങനെയാണ് അവർ സ്വീകരിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാനു യദൂന അല്ലാഹ സിത്ത അശ്ഹുരിൻ അൻ യുബല്ലിഗുഹും റമദാൻ. അവർ 6 മാസത്തോളം റമദാൻ വന്നു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. റമദാനിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി അവർ 6 മാസത്തോളം പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ അവരുടെ 6 മാസം അവർ ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും അവർ മുഴുകുമായിരുന്നു എന്നാണ്. കുറെ അമലുകൾ ചെയ്യുക എന്നത് മാത്രമല്ലല്ലോ, ആ ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കണമല്ലോ. ചെയ്ത അമലുകളിലുള്ള പാകപ്പിഴവുകളും വീഴ്ചകളും അല്ലാഹു പുറത്തു തരികയും ചെയ്യണമല്ലോ. അപ്പൊ ആ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് നിയ്യത്ത് പരിഗണിച്ചാണ്. എല്ലാ അമലുകളും അല്ലാഹു പരിഗണിക്കുന്നതിന്റെ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് നിയ്യത്താണ്. എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ, ഒരു അമല് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥ താല്പര്യം എന്താണ്? അത് നമ്മുടെ നിയ്യത്ത്, ഏതൊരു കർമ്മത്തിനുമുള്ള നമ്മുടെ നിയ്യത്ത് നമുക്കും പടച്ചവനും മാത്രമേ അറിയുള്ളൂ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി അലൈഹി നിയ്യത്തിനെ വിശദീകരിച്ചല്ലോ. അൻ-നിയ്യത്തു ഹിയൽ ഖസ്ദു വൽ അസ്മു അലാ ഷൈഇൻ. ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനിക്കുക, ഉദ്ദേശിക്കുക, അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. വ മഹല്ലുഹാ അൽ ഖൽബ്. ഈ നിയ്യത്തിന്റെ കേന്ദ്രം, ഈ നിയ്യത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഹൃദയമാണ്, കൽബിലാണ് ഈ നിയ്യത്ത് ഉണ്ടാകേണ്ടത്. അപ്പൊ നമ്മുടെ യഥാർത്ഥ ഉദ്ദേശം എന്ത് എന്നതാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ അമലുകളും, ഏത് സൽക്കർമ്മങ്ങളും ചെറുതോ വലുതോ ആകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുന്നത് അത് ചെയ്യാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിച്ചത് എന്താണ്, സാക്ഷാൽ പ്രചോദനം എന്താണെന്ന് പരിഗണിച്ചാണ്. നമുക്കൊക്കെ വളരെ സുപരിചിതമായ
ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ആ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫമൻ കാനത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅതി യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഹിജ്റയുടെ സന്ദർഭത്തിലാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകരും അനുയായികളും മക്കയിൽ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിൽ അല്ലെ, പിറന്ന നാട് ഉപേക്ഷിച്ച്, ജനിച്ച വീട് വിട്ട്, അടുത്ത ബന്ധുക്കളെ ഉപേക്ഷിച്ച്, കച്ചവടവും കൃഷിയും ഒക്കെ മക്കയിൽ ഇട്ടേച്ചുകൊണ്ട് എല്ലാം വെറും കൈയോടുകൂടി മദീനയിലേക്ക് പോവുകയാണ് അല്ലെ. വലിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹാത്യാഗമാണ് ഹിജ്റ. ആ പോകുന്ന കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. മദീനയിൽ എത്തിയിട്ട് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കണം. ഹലാലായ ഉദ്ദേശമാണ്, ഇസ്ലാം നിരോധിച്ചതൊന്നുമല്ല വിവാഹം. പക്ഷെ ഹിജ്റയാകുന്ന മഹാത്യാഗത്തിന്റെ പ്രതിഫലത്തിൽ തന്റെ അനുയായിക്ക് ഒരല്പം കുറവ് സംഭവിക്കുമല്ലോ നിയ്യത്ത് ഇതും കൂടി ചേരുമ്പോ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മക്കയിൽ വെച്ച് തന്നെ തിരുത്തുകയാണ്. എല്ലാ കർമ്മങ്ങളും പടച്ചവൻ പരിഗണിക്കുന്നത് നിയ്യത്ത് കൊണ്ടാണ് എന്ന് പഠിപ്പിക്കുകയാണ്. നിയ്യത്തിൽ നല്ലതല്ലാത്ത വല്ലതും വന്നു പോകുന്നതിൽ നിന്ന് നാഥനിൽ അഭയം തേടണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അതിന്റെ എല്ലാം സാക്ഷാൽ ഉദ്ദേശം റബ്ബിന്റെ റിളയും പടച്ചവന്റെ സ്വർഗവും പ്രതീക്ഷിച്ചുകൊണ്ടാകണം. ഞാൻ സൂചിപ്പിച്ചു വന്നത് അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. എല്ലാ പ്രാർത്ഥനകളുടെയും ഒടുക്കത്തിൽ നമ്മൾ ആവർത്തിക്കാറുള്ള ഒരു പ്രയോഗമുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണം റബ്ബേ. വീഴ്ചകൾക്ക് പടച്ചവനോട് മാപ്പ് ചോദിക്കണം. വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഈ രണ്ട് പ്രാർത്ഥനകളും നമുക്ക് ലഭിക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ നിന്നാണ്. പരിശുദ്ധ കഅബയുടെ ഭിത്തികൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കെ വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെ, തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഈ കർമ്മങ്ങൾ നീ സ്വീകരിക്കണം. ഈ ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അത് പുറത്തു തരണം. രണ്ടും വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ റമദാനിനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, അതിന്റെ ഷാബാനിലെ അവസാന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ പടച്ചവന്റെ അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ പാകപ്പെട്ടോ എന്ന് നമ്മൾ എന്നോടും നിങ്ങളോടും ചോദിക്കണം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ക്ലീനായ കൽബുമായി ആദരണീയ മാസത്തെ സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. നമ്മുടെ കയ്യിൽ നല്ല വില കൂടിയ ഒരു ഷൂ ഉണ്ടെങ്കിൽ, നല്ല ബ്രാൻഡഡ് ഷൂ ആണ്, നല്ല ഉറപ്പുള്ള കട്ടിയുള്ള ഷൂ ഉണ്ടെങ്കിൽ കുറച്ച് പരുത്ത പ്രതലത്തിൽ കൂടി നടക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല അല്ലെ. നല്ല കട്ടിയുള്ള ഷൂ, നല്ല ബ്രാൻഡഡ് ഷൂ, കുറച്ച് വില കൂടിയ ഒരു ഷൂ ഉണ്ടെങ്കിൽ ഒരല്പം പരുപരുത്ത പ്രതലത്തിൽ കൂടി പോലും നമുക്ക് സുഗമമായി നടക്കാൻ കഴിയും. എന്നാൽ ആ ഷൂ എത്ര വില കൂടിയതാണെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു കല്ല് കുടുങ്ങിയാലോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫേസിലൂടെ പോലും നമുക്ക് സുഖമായി നടക്കാൻ കഴിയില്ല. ഷൂ എത്ര വില കൂടിയതായിട്ടും കാര്യമില്ല, ഉള്ളിൽ കല്ല് കുടുങ്ങിയാൽ അല്ലെ, നല്ല മെനുസമുള്ള പ്രതലത്തിൽ പോലും നടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പുറമോടിയിലല്ല കാര്യം, മറിച്ച് അകം വൃത്തിയാകുക എന്നതാണ്. പുറമോടിയിലല്ല കാര്യം, അകം വൃത്തിയാക്കലിലാണ്. നമ്മുടെ കൽബിനെ കേടുവരുത്തുന്ന പല കളകളും കറകളും ഒക്കെ നീക്കം ചെയ്ത് നല്ല ക്ലീനായ കൽബുമായി പരിശുദ്ധ മാസത്തിലേക്ക് കടക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. കൽബിനെ കേടുവരുത്തുന്ന ഒരുപാട് കളകളുണ്ട്. നമ്മുടെ കൽബിനെ കേടുവരുത്തുന്ന ഒരുപാട് കീടങ്ങളും കറകളും രോഗങ്ങളും ഒക്കെ ഉണ്ട്. ബാഹ്യ രോഗങ്ങളെക്കാൾ ഗുരുതരവും മാരകവും അപകടകരവുമാണ് അകം നശിപ്പിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. പുറത്തു കാണുന്ന രോഗം പോലെയല്ല ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. നല്ല പ്രഗത്ഭരായ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ് നമ്മുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന പല രോഗങ്ങളും. ഒരുപക്ഷെ ഒരു സ്കാനിങ് മതിയാകില്ല ചിലപ്പോൾ. അതുകൊണ്ടാണ് അൾട്രാസൗണ്ടിന് ശേഷം ചില ഡോക്ടർമാർ പിന്നീട് MRI നിർദ്ദേശിക്കുന്നത്. ചിലപ്പോ പെറ്റ് സ്കാൻ വരെ ചെയ്യേണ്ടി വരും. മറ്റു ചില ആന്തരിക രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടുപിടിക്കുമ്പോഴേക്കും ആ രോഗം പല ആന്തരിക അവയവങ്ങളെയും കാർന്നു തിന്നിട്ടുണ്ടായിരിക്കും.
ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ അവസ്ഥ അതാണ്. ആന്തരികമായ നമ്മുടെ കൽബിനെ ബാധിക്കുന്ന ദൂഷ്യങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ചില ദൂഷ്യങ്ങള്, നമ്മുടെ കൽബിനെ ബാധിക്കുന്ന ചില കറകള് നമ്മുടെ ഒരുപാട് അമലുകളെ നശിപ്പിക്കാൻ പോന്നതാണ്. നമ്മുടെ കൽബിനെ കീഴ്പ്പെടുത്തുന്ന ചില രോഗങ്ങള് നമ്മുടെ സ്വർഗത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കാൻ പര്യാപ്തമാണ്. അല്ലെ? അസൂയയെ കുറിച്ചൊക്കെ റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയില്ലേ? ഇയ്യാകുമുൽ ഹസദ്, ഇയ്യാകുമുൽ ഹസദ് ഫഇന്നഹു യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറുൽ ഹതബ്. അല്ലെ? അസൂയയെ നിങ്ങൾ സൂക്ഷിക്കുക. തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ, തീ വിറകിനെ തിന്ന് നശിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഹസനാത്തുകളെ ആ അസൂയ നശിപ്പിക്കും. അല്ലെ? മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചൊറിച്ചില്, ഒരു അസ്വസ്ഥത, ഒരു വല്ലാത്തൊരു ഒരു പൊറുതികേട് തോന്നുക. അല്ലെ? അതുപോലെ കിബറിനെ കുറിച്ച് പറഞ്ഞല്ലോ, മൻകാന ഫീ ഖൽബിഹി മിസ്കാല ഹബ്ബത്തിൻ മിൻ കിബർ ഖബ്ബഹല്ലാഹു വജ്ഹഹു ഫിന്നാർ. ഒരാളുടെ മനസ്സിൽ അണുമണി തൂക്കം കിബറുണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ അള്ളാഹുവിനെ നരകത്തിലൂടെ മുഖം കുത്തി വലിക്കുമെന്നാണ്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവന് കഴിയില്ല. മൻകാന ഫീ ഖൽബിഹി മിസ്കാല ഹബ്ബത്തിൻ മിൻ കിബർ, ഒരണുമണി തൂക്കം കിബർ മനുഷ്യ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാളും തന്നെ മികച്ചവനായി കാണുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിൽ തന്നേക്കാൾ നിസ്സാരരായി മറ്റുള്ളവരെ കാണുന്ന രോഗത്തിനാണ് നമ്മൾ കിബർ എന്നറിയാം. മറ്റുള്ളവർക്ക് അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളിൽ അസൂയ പുലർത്തിയാണ് നമ്മൾ ഹസദ് എന്ന് പറയാം. അല്ലെ? അം യഹ്സുദൂന അന്നാസ ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി, അള്ളാഹു ജനങ്ങൾക്ക് അവന്റെ ഫളലിൽ നിന്നും നൽകിയതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്തിനാണ് അസൂയപ്പെടുന്നത് എന്ന് അള്ളാഹ് എന്നെ ചോദിക്കുന്നുണ്ട്. ആ അസൂയ ശരിക്ക് അള്ളാഹിനോടാണല്ലോ നടത്തുന്നത്, ഈ വ്യക്തിയോടല്ലല്ലോ. കാരണം അള്ളാഹാണല്ലോ അത് കൊടുക്കുന്നത് ഓരോരുത്തർക്ക്. മറ്റുള്ളവർക്ക് കിട്ടുന്ന നന്മയെ കുറിച്ചാണല്ലോ നമ്മുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാകുന്നത്. നമുക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണല്ലോ നമ്മുടെ മനസ്സിൽ ഈ അഹങ്കാരം ഉണ്ടാകുന്നത്, മറ്റുള്ളവരെ നമ്മേക്കാളും ചെറിയവനായി കാണുന്നത്, നിസ്സാരനായി ഗണിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് രോഗങ്ങൾ, നിഫാഖ്, റിയായിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് രഹസ്യമായ ഗോപ്യമായ ശിർക്ക് എന്നാണ്. ബുഖ്ല്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പിശുക്ക് കാണിക്കുക. ഞാൻ പറഞ്ഞു, ഇതുപോലുള്ള സകല വൃത്തികേടുകളും കൊണ്ട് ദുഷിച്ചു പോയ മനസ്സുമായി നമ്മൾ അള്ളാഹുവിന്റെ ആദരണീയമായ മാസത്തിലേക്ക് കടന്നാൽ, പ്രിയമുള്ളവരെ, റമദാൻ കൊണ്ട് ലഭിക്കേണ്ട നന്മകൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ കൽബിനെ കേടുവരുത്തുന്ന ഈ കളകൾ നാം തന്നെ തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾ തന്നെ അത് പറിച്ചറിയണം. എങ്കിലേ നമുക്ക് റമദാനിൽ വിളവെടുക്കാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അകം വൃത്തിയാക്കണം, ഉള്ളു നന്നാക്കണം, കൽബ് ക്ലീൻ ആക്കണം എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പടച്ചവനോട് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം ഈ ഉള്ളു കേടുവരുത്തുന്ന, നമ്മുടെ കൽബിനെ കേടുവരുത്തുന്ന പല കളകളെയും നീക്കം ചെയ്യാൻ നമ്മുടെ ശ്രമങ്ങൾ കൊണ്ട് മാത്രം മതിയാവുകയില്ല. അതിന് അള്ളാഹുവിന്റെ തൗഫീഖും കൂടി വേണ്ടിവരും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മുടെ കൽബിനെ ക്ലീൻ ആക്കണം എന്ന് നമുക്ക് ആഗ്രഹമുള്ളതോടൊപ്പം അതിനുവേണ്ടി സാധ്യമാകുന്ന ശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം. പ്രാർത്ഥന ഒരു നിലപാടാണ്. പ്രാർത്ഥന നമ്മുടെ നിലപാടാകണം. ആഗ്രഹവും പരിശ്രമവും അതിനോട് ചേർന്ന് പ്രാർത്ഥനയും ഉണ്ടാകുമ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് വിജയിക്കാൻ കഴിയും. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൽ റിയാഇ വൽ കിബ്രി വൽ ഹസദി വൽ ബുഖ്ലി വശിർക്കി വൽ കുഫ്രി വൽ നിഫാഖി യാ മുതഖറൽ ഖുലൂബ്. പടച്ചവനെ, ഈ പറഞ്ഞ എല്ലാ കറകളിൽ നിന്നും കളകളിൽ നിന്നും സകല കൽബിനെ ബാധിക്കുന്ന സകല കീടങ്ങളിൽ നിന്നും റബ്ബേ എന്ന് പറഞ്ഞാൽ റിയാ, കിബ്ർ, നിഫാഖ്, കുഫ്ർ, ഷിർക്ക്, ബുഖ്ലി, ഇതിൽ നിന്നൊക്കെയും റബ്ബേ ഞങ്ങളുടെ കൽബിനെ നീ ക്ലീൻ ആക്കി തരണം, വൃത്തിയാക്കി തരണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. പടച്ചവനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, എന്റെ കൽബിനെ നീ നിന്റെ ദീനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന, നിന്റെ ദീനിന്റെ നന്മകൾ ഉൾക്കൊള്ളുന്ന, നിന്റെ ദീൻ വിലക്കിയിട്ടുള്ളതൊക്കെ വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൽബിന്റെ ഉടമയായി പടച്ചവനെ എന്റെ കൽബിനെ നീ നിലനിർത്തണം. അപ്പോ കൽബ് ക്ലീൻ ആക്കുക എന്നത് നമ്മുടെ ആഗ്രഹമാകണം. ഈ വൃത്തികേടുകളിൽ നിന്നും വിമലീകരിക്കപ്പെട്ട മനസ്സുമായി വിശുദ്ധ മാസത്തേക്ക് കടക്കണം എന്നൊരാഗ്രഹവും അതിനുവേണ്ടിയുള്ള സാധ്യമാകുന്ന പരിശ്രമവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുണ്ടാകണം. രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്, റമദാനുമായി മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമതായി സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കണം എന്നതാണ്. തിരക്കിനിടയിൽ എങ്ങനെയൊക്കെയോ തീർത്തു പോകുന്ന ആരാധനകൾക്ക് പകരം ആരാധനകൾ ചോർന്നു പോകാതെ മനസ്സും ശരീരവും പങ്കെടുക്കുന്ന ഇബാദത്തുകൾ നമുക്ക് സാധ്യമാകണം. നമസ്കാരം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനം. ചോദിക്കപ്പെട്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, സുയിലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല യാ റസൂലുള്ളാഹ്,
അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമല് ഏതാണ് നബിയെ? റസൂലുള്ള മറുപടി പറഞ്ഞത് അസ്വലാത്തു അലാ വഖതിഹ എന്നാണ്. ഒരടിമക്ക് ശരീരം കൊണ്ട് നിർവഹിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ അമലായി ഇബാദത്തായി റസൂലുള്ള പരിചയപ്പെടുത്തുന്നത് അസ്വലാത്തു അലാ വഖതിഹ എന്നാണ്. നമസ്കാരം അതതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് നിർവഹിക്കേണ്ട അമലായിട്ടല്ല നമസ്കാരത്തെ പരിചയപ്പെടുന്നത്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിശ്ചയിക്കപ്പെട്ട നേരങ്ങളിൽ നിർണിത സമയങ്ങളിൽ സത്യവിശ്വാസിക്ക് നിർബന്ധമാക്കപ്പെട്ടതാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഓരോ നമസ്കാരങ്ങൾക്കും അവ്വല് വഖത്തുണ്ട്. അതാണ് അഫ്ളലായ വഖത്ത് എന്ന് പറയുന്നത്. നമസ്കാരം നമ്മൾ അതിന്റെ സമയത്ത് നിർവഹിക്കുന്നതിൽ നിന്നും വൈകിക്കുന്നുണ്ടെങ്കിൽ ആ വൈകാനുള്ള കാരണം റബ്ബിന്റെ മുമ്പിൽ പറയാൻ നമുക്ക് പറ്റുന്നതാകണം. അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കാരണം കൊണ്ട് മാത്രമേ നമസ്കാരം അതിന്റെ സമയത്ത് നിന്നും വൈകിപ്പിക്കാൻ അനുവാദമുള്ളൂ. ശരഈയായ കാരണം കൂടാതെ ഫർള് നമസ്കാരങ്ങൾ ജമാഅത്ത് നിർവഹിക്കുന്നതിൽ, ആദ്യ ജമാഅത്തിൽ നിർവഹിക്കുന്നതിൽ നിന്നും നമ്മൾ വൈകിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫർളുകളുടെ കാര്യം മാത്രമല്ല സുന്നത്തുകളും സാധ്യമാകുന്നത്ര നിർവഹിക്കുക. അള്ളാഹുവിന്റെ പ്രീതി, പടച്ചവന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ റിള, അത് നമുക്ക് ലഭിക്കുന്നിടത്ത് സുന്നത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വമാ യസാലു അബ്ദി യതഖറബു ഇലൈഹി ബിൻ നവാഫിൽ, ഐച്ഛികമായ കർമ്മങ്ങൾ കൊണ്ടല്ലാതെ എന്റെ അടിമ എന്നോട് അടുക്കുന്നില്ല. അപ്പൊ ഐച്ഛികമായ സുന്നത്തുകൾ നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി മുറുകെ പിടിക്കണം. അതിൽ തന്നെ റവാത്തിബ് സുന്നത്തുകളിൽ പ്രത്യേകമായി നമ്മൾ പരിഗണിക്കണം. തഹജ്ജുദ് ശീലമാക്കാത്തവർ അതും ശീലമാക്കാനുള്ള സമയം കണ്ടെത്തണം. പടച്ചവനുമായി ഒറ്റയ്ക്കിരിക്കാനുള്ള അവസരമാണത്. രാവിന്റെ അന്ത്യയാമങ്ങൾ വിശ്വാസികളെ കുറിച്ച് പരിചയപ്പെടുത്തിയല്ലോ. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലെ, രാവിന്റെ അന്ത്യയാമങ്ങളിൽ അവരുടെ ശരീരം ശയ്യകളിൽ നിന്നും അടർന്നു പോരുമെന്നാണ്. നാഥനോട് ഭയത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, ആശയോടും ആശങ്കയോടും കൂടി നാഥനോട് പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, നമുക്ക് സ്വയം പരിശോധിക്കാനുള്ള സന്ദർഭമാണ്. തിരുത്താനുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നാളെ ഞാനും നിങ്ങളും ഒക്കെ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാണല്ലോ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുക. നമ്മളൊക്കെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റക്കൊറ്റക്ക് നമ്മുടെ അമലുകളുടെ വിചാരണക്ക് വേണ്ടി ചെന്ന് നിൽക്കണമല്ലോ. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. ഓരോരുത്തരെയും ഒറ്റക്കൊറ്റക്ക് ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ, ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റക്ക് ചെന്നു നിൽക്കേണ്ടി വരുന്നതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ദുനിയാവിൽ കുറച്ചു നേരം അള്ളാഹുമായി ഒറ്റക്കിരിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. ആ ഇരുത്തത്തിൽ സമസൃഷ്ടികളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രപഞ്ചം നിശബ്ദമായിരിക്കുന്ന സന്ദർഭത്തിൽ നാഥനോടൊപ്പമുള്ള ആ ഒറ്റക്കിരുത്തത്തിൽ നമുക്ക് നമ്മുടെ ഇന്നലകളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കാൻ കൂടി കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ നമ്മളൊന്ന് ഓർമ്മിച്ചെടുക്കണം. നന്ദിബോധം കൊണ്ട് നമ്മുടെ സുജൂദുകൾ ദീർഘിക്കണം. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ, കഴിഞ്ഞുപോയ ആയുസ്സിൽ വന്നുപോയ വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതൊക്കെ പുറത്തു കിട്ടാത്ത അവസ്ഥയിൽ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ലജ്ജയുണ്ടാകണം. നമ്മുടെ ബർസഖും നമ്മുടെ മഹ്ശറും നമ്മുടെ ഹിസാബും നമ്മുടെ സിറാത്തും ഒക്കെ നരകത്തിന്റെ ഭയാനതകളും അതിന്റെ അലർച്ചകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതൊക്കെ ഒന്ന് ഭാവനയിൽ കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമുക്കതൊക്കെ ഒന്ന് അകക്കണ്ണിൽ കാണാൻ കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചില ചലനങ്ങളൊക്കെ ഉണ്ടാകും. രണ്ടു തുള്ളി കണ്ണീരൊക്കെ നമ്മുടെ മുസല്ലയിൽ വീണു പോകും. കൽബിൽ ചില പെടച്ചിലുകളൊക്കെ ഉണ്ടാകും. നമ്മുടെ കൈകളൊക്കെ ഒന്ന് വിറച്ചെന്നിരിക്കും, ചുണ്ടുകളൊക്കെ വിതുമ്പും. അല്ലെ, യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. തങ്ങളുടെ നാഥനോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഭയത്തോടുകൂടി, ആശങ്കയോടുകൂടി നാഥനോട് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അല്ലെ, അങ്ങനെ ആ ഒരു ഭയവികാരം നമ്മളെ കീഴടക്കുമ്പോ, പിന്നിട്ട ജീവിതത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് പടച്ചവനെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന വ്യതയും വേവലാതിയും നിങ്ങളെ മനസ്സിനെ കീഴ്പ്പെടുത്തുമ്പോ നിങ്ങളുടെ കാതുകളിലേക്ക് കടന്നു വരണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. പ്രവാചകരെ, എന്റെ അടിയാറുകളോട് പറഞ്ഞേക്കുക, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ, ജീവിതത്തിൽ ഒരുപാട് അരുതായ്മകളിൽ അകപ്പെട്ടു പോയ, ആയുസിന്റെ ഉടമകളായി കാലം കടന്നുപോയ എന്റെ വിശ്വാസികളായ അടിമകളോട് പറഞ്ഞേക്കുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ തിരുത്താൻ തയ്യാറാണെങ്കിൽ തമ്പുരാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. തിരുത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന റബ്ബിനെയാണ്
വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അല്ലദീ അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എല്ലാം പൊറുക്കുന്ന റബ്ബിന്റെ മുന്നിലാണല്ലോ, എല്ലാം പൊറുക്കുമെന്ന് ഉറപ്പുള്ള എന്റെ നാഥന്റെ മുന്നിലാണല്ലോ ഞാൻ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോ നമ്മുടെ അകത്ത് ആനന്ദമുണ്ടാകും. അതാണ് ഖൗഫൻ വതമഅ. അപ്പൊ നമ്മളിൽ നേരത്തെയുള്ള ആകാംക്ഷയോടൊപ്പം ഭയത്തോടൊപ്പം പ്രതീക്ഷയും വളർന്നു വരും. പ്രതീക്ഷയോടുകൂടി പടച്ചവനിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തും. ഞാൻ പറഞ്ഞു വരുന്നത്, നമസ്കാരം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഫർളുകൾക്ക് പുറമെ സുന്നത്തുകളും പതിവാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു തിരിച്ചുവരവിനുമുള്ള ഏറ്റവും വിശിഷ്ടമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിത്യജീവിതത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കണം. നമ്മെ നമ്മുടെ നാഥനുമായി ചേർത്ത് നിർത്തുന്നിടത്ത് വല്ലാതെ നമുക്ക് സഹായകരമാണ് ആ പ്രാർത്ഥനകൾ. ഉറക്കമുണരുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നമ്മെ അകറ്റുന്നതിൽ നിന്നൊക്കെയും നമ്മൾ അകന്നു നിൽക്കണം. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അള്ളാഹുവിനെ നിങ്ങൾ മറന്നു പോകരുത്. പടച്ചവനെ മറന്നാൽ, അള്ളാഹുവിനെ മറന്നാൽ ആത്മവിസ്മൃതിയായിരിക്കും അതിന്റെ ഫലം. അല്ലെ, നിങ്ങൾ അള്ളാഹുവിനെ മറന്ന ജനത്തെ പോലെ ആകരുത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം വിസ്മൃതി സംഭവിക്കും. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് എനിക്ക് പോകേണ്ടത്, എവിടെയാണ് എനിക്ക് എത്തിച്ചേരാനുള്ളത്, എന്താണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ് ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് തുടങ്ങി ജീവിതത്തെക്കുറിച്ച്, സ്വന്തത്തെക്കുറിച്ചുള്ള വിസ്മൃതിയിലേക്ക് നിങ്ങൾ അകപ്പെട്ടു പോകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൺമുന്നിലാണ് ഞാൻ ഉള്ളത്, എന്റെ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ ഉള്ളത് എന്ന ബോധം നമ്മുടെ മനസ്സിൽ സദാ നിലനിർത്തണം. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്തർ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ. 3 പേരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ നടക്കുന്നില്ലല്ലോ നാലാമനായി അല്ലാഹു ഇല്ലാതെ. 5 ആളുകളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ സാധ്യമല്ലല്ലോ ആറാമനായി അവിടെ അല്ലാഹു ഇല്ലാതെ. എണ്ണം ഇതിൽ കുറവോ കൂടുതലോ ആയിക്കൊള്ളട്ടെ, വഹുവ മഅഹും ഐനമാ കാനൂ, അവരെവിടെയായാലും അല്ലാഹുവിന്റെ കൂടെയുണ്ട്. അല്ലെ, വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കർണഞരമ്പിനേക്കാൾ, കണ്ടനാടിയേക്കാൾ നാമുമായി അടുത്തുള്ള, അത്രയും സമീപസ്ഥനായ ഒരു റബ്ബുമായിട്ടാണ് ഞാനും നിങ്ങളും ഇടപെടുന്നത്. യഅലമു ഖായിനത്തൽ അഅയുനി വമാ തുഖ്ഫി സുദൂർ. നെഞ്ചകങ്ങളിലുള്ള തോന്നലുകൾ വരെ കൃത്യമായി അറിയുന്ന നാഥൻ, കണ്ണിന്റെ കട്ടുതോട്ടങ്ങൾ വരെ കൃത്യമായി നിരീക്ഷിക്കുന്ന റബ്ബ്, ആ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ ഉള്ളത്. ഞാൻ എന്ത് ചെയ്താലും, ഞാൻ എന്ത് ചിന്തിച്ചാലും, ഞാൻ എന്ത് പറഞ്ഞാലും, ഞാൻ ഇവിടെ എങ്ങനെ ജീവിച്ചാലും അതിനെ സംബന്ധിച്ചൊക്കെ നാളെ നാഥന്റെ മുമ്പിൽ ഞാൻ എന്റെ അമലുകളുടെ ഭാണ്ഡവുമായി ചെന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു ദിനത്തെക്കുറിച്ചുള്ള ഓർമ്മ. ആ സന്ദർഭത്തിൽ നാളെ ഞാൻ എന്റെ റബ്ബിന്റെ മുഖത്തെങ്ങനെ നോക്കും എന്ന ചിന്ത, പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ഒക്കെ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിലനിൽക്കണം. സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് അടങ്ങാത്ത ആഗ്രഹമായി നമ്മുടെ കൂടെ ഉണ്ടാകണം. ഓരോ അനക്കത്തിലും അടക്കത്തിലും അവിടേക്കുള്ള അകലം കുറക്കുന്നതാകണം നമ്മുടെ ഓരോ അമലുകളും. നമ്മുടെ ആയുസ്സും ആരോഗ്യവും സമയവും സമ്പത്തും അള്ളാഹു നമുക്ക് നൽകിയുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് പ്രയോജനപ്പെടണം. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിദൂരം വർദ്ധിപ്പിക്കുന്ന ഒന്നും നമ്മിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള ജാഗ്രത നമ്മൾ കാണിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വർഗം എന്നതൊരു വികാരമായി നിറഞ്ഞു നിൽക്കണം. നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാകാൻ പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ വഅമലിൻ വനിയ്യത്തിൻ വഅതിഖാദ്. പടച്ചവനെ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, സ്വർഗം നിന്നോട് ഞാൻ ചോദിക്കുന്നു. സ്വർഗം മാത്രമല്ല, വമാ ഖറബ ഇലൈഹ, ആ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതൊക്കെയും നാഥാ ഞാൻ നിന്നോട് ചോദിക്കുന്നു. മിൻ ഖൗലിൻ, എന്റെ വാക്കുകളിൽ, എന്റെ വാക്കുകളും എന്റെ അമലുകളും, മിൻ ഖൗലിൻ വഅമലിൻ വനിയ്യത്തിൻ വഅതിഖാദ്, എന്റെ വിശ്വാസത്തിൽ നിന്നും എന്റെ ഉദ്ദേശങ്ങളിലും എന്റെ അമലുകളിലും എന്റെ കൗലുകളിലും ഒക്കെയും നിന്റെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് എനിക്ക് വേണ്ടത്. പടച്ചവനെ, നിന്നോട് ഞാൻ നിന്റെ നരകത്തെക്കുറിച്ച് രക്ഷ തേടുന്നു. നരകത്തെക്കുറിച്ച് മാത്രമല്ല, നരകത്തിലേക്ക് അടുപ്പിക്കുന്നതിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. വമാ ഖറബ ഇലൈഹ. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ സജീവമായി നിലനിൽക്കണം. ഈ റമദാൻ അള്ളാഹു ആയുസ് നൽകിയിട്ട് ഈ റമദാനിലേക്ക് പ്രവേശിക്കാനും അത് പൂർത്തീകരിക്കാനും എനിക്കും നിങ്ങൾക്കും അവസരം നൽകുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ്സിലെ ഏറ്റവും മികച്ച റമദാനായി ഈ വരുന്ന റമദാനിന് നമുക്ക് പ്രയോജനപ്പെടണം. അതിനാവശ്യമായ ആസൂത്രണവും മുന്നൊരുക്കവും നടത്തിയ അവസ്ഥയിലാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.